അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ലിസാൻ ബുക്കിലെ 2ാം പാഠം തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ എന്താണ് പഠിച്ചത്? നായിബുൽ ഫിഅല് അല്ലേ, 2 വിധം ഫിഅലിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? ഫിഅല് മജ്ഹൂലും മഅറൂഫും അല്ലേ. പിന്നെയോ ഫിഅല് ഫാഇല് മഫ്ഊല് പഠിച്ചു അല്ലേ. പിന്നെ അത് നമ്മൾ ഫിഅല് പിന്നെ അന്നായിബു അൻ അൽ ഫാഇൽ ആക്കലും പഠിച്ചു. എങ്ങനെയാണ് ഒരു മഅറൂഫ് ആയിട്ടുള്ളൊരു സെന്റൻസ് മജ്ഹൂലാക്കലും മജ്ഹൂലായിട്ടുള്ള ഒരു സെന്റൻസ് മഅറൂഫ് ആക്കലും നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഗ്രാമറാണ്. ഓക്കെ, നമ്മൾ ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സമയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഉപയോഗിക്കുക, ഓക്കെ, അത് അറബിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു കഥ പറയാം. ഞാൻ രാവിലെ ഉണർന്നു. സുബഹ് പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ എണീച്ചു. എന്നിട്ട് വുളു എടുത്ത് ഞാൻ നിസ്കരിച്ചു. പിന്നീട് ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി. ഞാൻ എൻ്റെ യൂണിഫോം ധരിച്ചു. എൻ്റെ ബാഗ് എടുത്ത് സ്കൂളിലേക്ക് പോയി. സ്കൂൾ കഴിഞ്ഞു ഞാൻ തിരിച്ച് ഉച്ചയായപ്പോൾ വന്നു. പിന്നെ ഞാൻ അസ്ർ നിസ്കരിച്ചു. പിന്നെ ഞാൻ വൈകുന്നേരം പാർക്കിലേക്ക് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് മഗ്‌രിബ് നിസ്കരിച്ചു. പിന്നെ ഖുർആൻ ഓതി. പിന്നെ ഇശാ നിസ്കരിച്ചു, ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ എന്താണ്, നമ്മളിവിടെ കുറേ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? രാവിലെ, പിന്നെ ഉച്ചയ്ക്ക്, വൈകുന്നേരം അല്ലേ. ഇത് മൂന്നും എന്താണ് സമയമാണ്. പിന്നെയോ സ്ഥലം പറഞ്ഞു. ഏതൊക്കെ? പള്ളി പറഞ്ഞു, സ്കൂള് പറഞ്ഞു അല്ലേ. പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളും ഞാൻ പറഞ്ഞു അല്ലേ. അത് അങ്ങനെ നമ്മൾ എങ്ങനെയാണ് അറബിയിൽ പറയാ എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസുൽ സാനി, പാഠം 2, അർരിഹ്ല, യാത്ര. അപ്പോൾ നമ്മൾ യാത്രയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കും. എങ്ങനത്തെ? സ്ഥലങ്ങളെ കുറിച്ച് പറയുന്ന വാക്കുകളും സമയത്തെ കുറിച്ച് പറയുന്ന വാക്കുകളും ഉപയോഗിക്കും. അപ്പോൾ രഹ്ലയുടെ അർത്ഥം എന്ത്? യാത്ര. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ അത് എഴുതാം. പിന്നെയോ റഹൽതു ഇലാ ബഗ്ദാദ ബുക്റത യൗമിൽ ഖമീസി, ഞാൻ വ്യാഴാഴ്ച രാവിലെ ബഗ്ദാദിലേക്ക് പോയി. പിന്നെയോ വദഖൽതു ബഗ്ദാദ ലൈലത സബ്തി, ഞാൻ ശനിയാഴ്ച രാത്രി ബഗ്ദാദിൽ എത്തി. വജലസ്തു ഇൻദ അഖി മജീദ്, ഞാൻ എൻ്റെ സഹോദരൻ മജീദിനൊപ്പം ഇരുന്നു. വതഗദ്ദൈതു മഅഹു യൗമൽ അഹദി, ഞായറാഴ്ച അവൻ്റെ ഒപ്പം ഞാൻ പ്രാതൽ കഴിച്ചു. സുമ്മ സിർന ഇലൽ മഖ്ബറ, പിന്നെ ഞങ്ങൾ മഖ്ബറ സന്ദർശിച്ചു. വമശൈതു ഖൽഫ അഖി, ഞാൻ എൻ്റെ സഹോദരൻ്റെ പിന്നിൽ നടന്നു. വസുർന മഖാമ ശൈഖി അഅ്ളമി, പിന്നെ ഞങ്ങൾ മഹാനായ ഷെയ്ഖിൻ്റെ മഖ്ബറ സന്ദർശിച്ചു, അല്ലെങ്കിൽ മഖാമ സന്ദർശിച്ചു. സുമ്മ റജഅന, പിന്നെ ഞങ്ങൾ മടങ്ങി. അപ്പൊ എന്താണ്? ഒരു കഥയാണ്. എന്തിന്റെ കഥയാണ്? ഒരാള് ബഗ്ദാദിലേക്ക് എപ്പോൾ പോയി, എന്നിട്ട് അവിടെ എപ്പോൾ എത്തി, ആരുടെ കൂടെ ഇരുന്നു, എങ്ങനെയാണ് പോയത്, അങ്ങനത്തെ ഒരു കഥയാണ് അല്ലേ. ഇതില് ഒരു കളർ അടിച്ച വാക്കുകൾ നോക്കൂ. ബുക്റ, ലൈല, ഇൻദ, യൗമ, ഖൽഫ. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്?
ആ സ്ഥലം സൂചിപ്പിക്കുന്ന നാമം അല്ലെങ്കിൽ സമയം സൂചിപ്പിക്കുന്ന നാമം അല്ലേ? അപ്പൊ ബുക്ര പറഞ്ഞ എന്താണ്? അതിരാവിലെ. ലൈല പറഞ്ഞാല് രാത്രി. ഐന്ദ പറഞ്ഞാല് അരികിൽ. യൗമ പറഞ്ഞാല് ദിവസം. ഖൽഫ പറഞ്ഞാൽ പിന്നിൽ. അപ്പോ എന്താണ്? സ്ഥലവും സമയവുമാണ് അല്ലേ? പിന്നെയോ في هذا الدرس الفاء ملونة يقال لها مفعول فيه. ഈ പാഠത്തിൽ നിറം കൊടുത്ത വാക്കുകൾക്ക് മഫ്ഊലു ഫീഹി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ ഈ ഒരു സമയം സൂചിപ്പിക്കുന്ന നാമത്തിനും സ്ഥലം സൂചിപ്പിക്കുന്ന നാമത്തിനും എന്താണ് അറബിയിൽ പറയാ? മഫ്ഊലു ലഹു. പിന്നെയോ والمفعول فيه اسم يدل على زمان وقوع الفعل أو مكانه ويسمى ظرفا. മഫ്ഊലു ഫീഹി എന്നത് സൂചിപ്പിക്കുന്നത് നാമമാണ്. കാലത്ത് ക്രിയ സംഭവിക്കുന്ന അല്ലെങ്കിൽ സമയം സൂചിപ്പിക്കുക. ഇതിന് ളർഫ് എന്നറിയപ്പെടുന്നു. അപ്പോൾ മഫ്ഊലു ഫീഹി പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലം സൂചിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ്? കാലത്ത് ക്രിയ സംഭവിപ്പിച്ച സമയത്തെ സൂചിപ്പിക്കുക. അതാണെന്ത് മഫ്ഊലു ഫീഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഫ്ഊലു ഫീഹിക്ക് വേറൊരു വാക്കുണ്ട്. അതാണെന്ത്? ളർഫൻ. എന്താണ്? ളർഫൻ. വഹുവ നൗആൻ. അത് രണ്ട് ഇനമാണ്. ളർഫു സമാനിൻ വളർഫു മകാനിൻ. അപ്പൊ എന്താണ്? ളർഫു സമാനും ളർഫു മകാനും. ളർഫു സമാൻ പറഞ്ഞാൽ എന്താണ്? സമയം സൂചിപ്പിക്കുന്നത്. ളർഫു മകാൻ പറഞ്ഞാലോ സ്ഥലം സൂചിപ്പിക്കുന്നത്. فظرف الزمان مثل بكرة وليلة ويوم. അപ്പോ ളർഫു സമാൻ എന്താണ് പറയാ? സമയം സൂചിപ്പിക്കുന്നത് ഉള്ള ഉദാഹരണം. ആ ഒരു ഫേലിനുള്ള ഉദാഹരണമാണെന്ത്? ബുക്ര അതിരാവിലെ, ലൈല രാത്രി, യൗമ ദിവസം. പിന്നെ ളർഫു മകാനു മിസ്ല ഇൻദ വഖൽഫ. അപ്പൊ എന്താണ്? ളർഫു മകാൻ അല്ലെ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു വാക്കിന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണമാണിത്. ഇൻദ ഖൽഫ. ഇൻദന്റെ അർത്ഥം എന്താണ്? അരികിൽ. ഖൽഫന്റെ അർത്ഥം പിറകിൽ. ഓക്കെ. പിന്നെയോ നിങ്ങൾ ഈ വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബുക്രത, ലൈലത, യൗമ, യൗമ, ഇൻദ, ഖൽഫ ഈ വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവസാനത്തെ അക്ഷരം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സാധനം കണ്ടുപിടിക്കും. എന്താണ്? എന്താണ്? ഫത്ഹ വരുന്നുണ്ട് അല്ലെ? ഈ എല്ലാ വാക്കുകൾക്കും ഫത്ഹ വരുന്നുണ്ട്. ഈ ഫത്ഹ വരുമ്പോ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയോ? അത് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. എന്താണ്? ഈ വാക്കുകളൊക്കെ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഫത്ഹ വെച്ചിട്ടായിരിക്കും ഈ വാക്കുകൾ എന്ത് ചെയ്യുക? എൻഡ് ചെയ്യുക. ഇനി അടുത്ത പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കള്ളി കാണാൻ പറ്റും. ആ വാക്ക് ഫുള്ള് നോക്കുകയാണെങ്കിൽ ചിലപ്പം തൻവീൻ ഫത്ഹ ആയിരിക്കും, അല്ലെങ്കിൽ ഫത്ഹ മാത്രമായിരിക്കും അല്ലേ? പക്ഷെ എന്താണ്? ഫത്ഹ ആവണം. അപ്പോഴാണെന്ത് മഫ്ഊലു ഫീഹി എന്ന് പറയാം. ഓക്കെ. പിന്നെയോ വതിൽകൽ കലിമാതു കുല്ലുഹാ മൻസൂബ. ഈ വാക്കുകൾ എല്ലാം നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അല അന്നഹു മഫ്ഊലു ഫീഹി. ഈ മഫ്ഊലു ഫീഹി ആയിട്ടുള്ള വാക്കുകൾ ഫുള്ളും എന്താണ്? നസ്ബ് ചെയ്യപ്പെട്ടതാണ്. വൽ ആമിൽ ഫീ ഹൽഫ ഫിഅലു ലദീ ഖബ്ലഹ. വൽ ആമിലു ഫീ ഹൽ ഫിഅലു ലദീ ഖബ്ലഹ. അപ്പോ ഇതിന്റെ ആമില് എന്തായിരിക്കും? ആ ഫേലിന്റെ മുന്നേ വരുന്ന ഒരു ഫേലായിരിക്കും എന്ത്? അതിന്റെ ആമില്. പിന്നെയോ ഇതിന്റെ ബൈത്ത് നോക്കി. الظرف وقت أو مكان ضمنا في باضطراد كهلم كث أزمنا. ഓക്കെ.
ഈ ബൈത്ത് നിങ്ങൾ എന്തായാലും പഠിക്കണം, അത് നിർബന്ധമാണ്. കാരണം എന്താ, പൊതുപരീക്ഷയ്ക്ക് ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും, പൂരിപ്പിക്കായിട്ട്. ഇതിന്റെ അർത്ഥം ഇതുവരെ അങ്ങനെ ബൈത്തിന്റെ അർത്ഥമൊന്നും ചോദിക്കാറില്ല. പക്ഷെ എന്ത് ചെയ്യണം, ബൈത്ത് പഠിക്കണം. ആകെ രണ്ട് വരിയുള്ളൂ, അത് പഠിക്കണം. കാരണം എന്താണ്, എക്സാമിന് അത് വന്നാൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റൂല. അർത്ഥം അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അർത്ഥം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ആ ബൈത്ത് എന്ത് ചെയ്യാ, പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. التدريبات نلاحظ. ഈ കളി നോക്കൂ. ظرف الزمان صباحا രാവിലെ, ظهرا ഉച്ചയ്ക്ക്, مساء വൈകുന്നേരം, ليلا രാത്രി, يوما ദിവസം, شهرا മാസം. പിന്നെയോ ظرف المكان تحت فوق മുകളിൽ, عند അരികിൽ, وراء പിന്നെ شرقا غربا. എന്താണ്, نكمل بالمفعول فيه المناسب. അപ്പൊ എന്താണ്, നമുക്ക് പൂരിപ്പിക്കണം. അപ്പൊ എന്താണ്, رأيت اللقلق داش الشجرة. ഞാൻ ഒരു കൊക്കിനെ ഡാഷ് മരം. അപ്പൊ എന്താണ്, കണ്ടു എന്നുണ്ട് കേട്ടോ. റഅയ്തു, ഞാൻ ഒരു കൊക്കിനെ കണ്ടു, ഡാഷ് മരം. അപ്പൊ ഒരു വാക്ക് വന്നാൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് മരം എന്ന് പറയുമ്പോൾ സമയമാവില്ല, ഒരു സ്ഥലമായിരിക്കും. മരം എന്നൊരു സ്ഥലമാണ്. അപ്പൊ മരത്തിനുള്ളിൽ ഒരു ക്ലോക്ക് ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താവും, അതൊരു സ്ഥലമായിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് വഖഫുൽ മക്കാനിൽ നോക്കാം. നമുക്ക് ഫൗഖ അതായിരിക്കും ഒന്നുകൂടി നല്ല ഒരു ഉത്തരം. കാരണം ഫൗഖ എന്ന് പറയുമ്പോൾ മീതെ അല്ലെങ്കിൽ മുകളിൽ അങ്ങനെ പറയണം. അപ്പോൾ ഞാൻ റഅയ്തുൽ ലഖലഖ ഫൗഖ ഷജറ, ഞാൻ ഒരു കൊക്കിനെ മരത്തിന്റെ മീതെ കണ്ടു. പിന്നെയോ തനവ്വറൽ ഖമറു ഡാഷ്, ചന്ദ്രൻ പ്രകാശിച്ചു. അപ്പോ ചന്ദ്രൻ പ്രകാശിക്കുന്നത് എവിടെയാണ്, ആകാശത്താണ് അല്ലെ. പിന്നെ അതൊരു സമയമായിട്ടാണ് നമ്മൾ പറയാ. കാരണം രാവിലെ, രാത്രി, ഉച്ചക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സമയമാണ്. അപ്പോൾ സ്ഥലമാണെങ്കിലും നമ്മൾ അറബിയിൽ പറയുന്നത് എന്താണ്, ഒരു സമയമായിട്ടാണ്. അപ്പോൾ ഏത് വാക്കിരിക്കും നല്ലത്, രാവിലെ അല്ലെ. സ്വബാഹൻ, തനവ്വറൽ ഖമറു സ്വബാഹൻ ആണോ? അല്ല. കാരണം എന്താണ്, സ്വബാഹൻ പറഞ്ഞാല് രാവിലെയാണ് അല്ലെ. അപ്പോ നമുക്ക് കുറച്ച് ബുദ്ധി ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കുമ്പോ. അപ്പൊ രാവിലെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, ചന്ദ്രനെ കാണാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്, രാത്രിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ശരിക്കും തനവ്വറുൽ ഖമറു ലൈലൻ. എപ്പോഴും നിങ്ങള് മഫ്ഊലും ഫീഹി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഫത്ഹ ഇടാൻ മറക്കരുത്. അല്ലെങ്കിൽ എന്തോ അത് മഫ്ഊലും ഫീഹി ആവില്ല, നിങ്ങൾക്ക് മാർക്കും കിട്ടില്ല. പിന്നെയോ ത്വലഅ ശംസു ഡാഷ്, സൂര്യൻ ഉദിച്ചു. അപ്പോ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക, രാത്രി. അപ്പൊ ത്വലഅ ശംസു ലൈലൻ അല്ലേ, ആണോ? അല്ല. കാരണം സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴാണ്, രാവിലെയാണ്. അപ്പോ എന്താ വരിക, ത്വലഅ ശംസു സ്വബാഹൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പോ എന്താ വൈകുന്നേരം എന്താ സൂര്യൻ ഉദിക്കുന്നുണ്ടല്ലോ. അത് സൂര്യൻ ഉദിക്കല്ല ചെയ്യുന്നത്, സൂര്യൻ അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ മസാഅന് ഉപയോഗിക്കാൻ പറ്റില്ല, സ്വബാഹൻ തന്നെ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ഉത്തരാണെന്ത്, ത്വലഅ ശംസു സ്വബാഹൻ. പിന്നെയോ സിർതു ഇലൽ മസ്ജിദി ഡാഷ്, ഞാൻ മസ്ജിദിലേക്ക് നടന്നു. എപ്പോഴാണ് നടന്നത്, അത് ഏതും കൊടുക്കുക, സ്വബാഹൻ, ദുഹ്റൻ, മസാഅൻ, ലൈലൻ. കാരണം സ്വബാഹന്റെ നമുക്ക് സുബഹ നിസ്കരിക്കാനും
ലുഹറിൽ നമുക്ക് ലുഹൂർ മാസം നിസ്കരിക്കാനും, മസാഅൻ അപ്പോൾ നമുക്ക് മഗ്രിബ് നിസ്കരിക്കാനും, ലൈലൻ ഇശാ തറാവീഹ് വിത്ർ എന്നൊക്കെ നിസ്കരിക്കാനും പോവാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വാക്കെടുക്കാം. പക്ഷെ ഞാൻ എടുക്കുന്നത് ഏതാണ്? സ്വബാഹനാണ്. കാരണം മിക്ക ആളുകളും സുബഹിക്കൊക്കെ ആയിരിക്കും നിസ്കരിക്കാനൊക്കെ പോവാ. അപ്പൊ നമുക്ക് അതെടുക്കാം. സിർതു ഇലൽ മസ്ജിദി സ്വബാഹിൻ അല്ലേ? സ്വബാഹിൻ പറ്റോ? ഇല്ല. കാരണം എന്താണ്? അപ്പൊ അത് മഫഊലുൻ ഫീഹി ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം? സിർതു ഇലൽ മസ്ജിദി സ്വബാഹൻ. ഓക്കെ. പിന്നെയോ സുംതു ഡാഷ് കാമിലൻ, ഞാൻ പൂർണ്ണമായി നോൽമ്പ് നോറ്റു. ഓക്കെ. അപ്പോ അവിടെ ഒരു വാക്ക് ഫില്ല് ചെയ്യാണ്ട്. അപ്പോ യൗമൻ ഷഹ്റൻ അതാണ് നമ്മള് എന്താ പറയാ ഉപയോഗിക്കേണ്ടത്. യൗമൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദിവസത്തെ നോമ്പ് പൂർണ്ണമായി നോറ്റു. പക്ഷെ പൂർണ്ണമായി എന്ന് പറയുമ്പോൾ മാസം ആവുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുംതു ഷഹ്റൻ കാമിലൻ. ഓക്കെ. അപ്പൊ സുംതു ഷഹ്റൻ കാമിലൻ. അപ്പൊ എന്താണ്? ഞാൻ പൂർണ്ണമായി ഒരു മാസം നോമ്പ് നോറ്റു. ഓക്കെ. പിന്നെയോ നുലാഹിദുൽ ജുംല വനുമയ്യിസുൽ മഫഊല ഫീഹി വൽ മഫഊലു ബിഹി. എന്താണ്? നമുക്ക് വേർതിരിക്കണം. ഇത് മഫഊലുൻ ഫീഹി ആണോ മഫഊലുൻ ബിഹി ആണോ എന്ന്. അപ്പൊ നിങ്ങൾ പറയും എന്താണ്? മഫഊലുൻ ബിഹി നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ആകെ പഠിച്ചത് എന്താണ്? മജ്ഹൂലാക്കലും മഅറൂഫാക്കലും മഫഊലുൻ ഫീഹി മാത്രമാണ്. പിന്നെ നമ്മള് ബുക്കിൽ ഏതെങ്കിലും ചാപ്റ്റർ കീറിപ്പോയിക്കണോ നിങ്ങൾ ആലോചിക്കരുത്. മഫഊലുൻ ബിഹി നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ഓർമ്മിച്ചാൽ മതി? ഒരു സമയവുമല്ല സ്ഥലവുമല്ല. അപ്പോ ആ ഒരു സെന്റൻസിൽ സമയവുമില്ല ഒരു സ്ഥലവും ഇല്ലെങ്കിൽ ആ സെന്റൻസ് എന്താണ്? മഫഊലുൻ ബിഹി ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ. യർജിഉൽ ഔലാദു മിനൽ മദ്റസതി മസാഅൻ. അപ്പൊ കുട്ടികൾ മദ്രസയിൽ നിന്നും വൈകുന്നേരം മടങ്ങി. അപ്പോ ഇതില് എന്താ മഫഊലുൻ ഫീഹി ഉണ്ടോ അല്ലെങ്കിൽ മഫഊലുൻ ബിഹി ആണോ? മഫഊലുൻ ഫീഹി ആണ്. കാരണം എന്താണ്? മസാഅൻ ഉണ്ട്, വൈകുന്നേരം, അതൊരു സമയമാണ്. അപ്പോ ആ ഒരു സെന്റൻസ് മഫഊലുൻ ഫീഹി ആണ്. വാക്ക് മസാഅൻ ആണ്. പിന്നെയോ സാഫർതു ഫി ത്വാഇറതി സഅതൻ. ഞാൻ വിമാനത്തിൽ 1 മണിക്കൂർ യാത്ര ചെയ്തു. അപ്പോ മണിക്കൂർ അല്ലെ, അതൊരു സമയമാണ്. സഅതൻ. അപ്പോ അതെന്താണ്? മഫഊലുൻ ഫീഹി ആണ് അല്ലെ? മഫഊലുൻ ഫീഹി വാക്ക് എന്താണ്? സഅ. പിന്നെയോ ശരിബ ത്വഫ്ലുൽ ഹലീബ്. കുട്ടി പാല് കുടിച്ചു. അപ്പോ ഇത് പാല് സമയമല്ല അല്ലെങ്കിൽ സ്ഥലമല്ല. കുട്ടിയും സമയമല്ല സ്ഥലമല്ല. കുടിച്ചു സമയമല്ല സ്ഥലമല്ല. അപ്പോ പിന്നെന്താണ്? മഫഊലുൻ ബിഹി ആണ് അല്ലേ? പിന്നെ അതില് വാക്ക് ഹലീബ്. പിന്നെയോ ഇഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാരി. അപ്പൊ എന്താണ്? കുറ്റവാളി ചുമരിന് പിന്നിൽ ഒളിച്ചു നിന്നു. അപ്പോ അത് എന്താണ്? മഫഊലുൻ ഫീഹി ആണോ ബിഹി ആണോ? ഫീഹി ആണ്. കാരണം എന്താണ്? ഖൽഫ് ഉണ്ട്. ഖൽഫ് എന്താണ്? ഒരു സ്ഥലാണ് അല്ലെ? പിന്നിൽ. അപ്പോ അതെന്താണ്? മഫഊലുൻ ഫീഹി ആണ്. അതിന്റെ വാക്കാണത് ഖൽഫ. പിന്നെയോ നവ്വറുൽ ഖാദിമുൽ മിസ്ബാഹ. വേലക്കാരൻ വിളക്ക് കത്തിച്ചു. അപ്പോ അത് മഫഊലുൻ ബിഹി ആണോ ഫീഹി ആണോ? എന്താണ്? നവ്വറ അത് എന്താണ്? ഒരു സ്ഥലമല്ല സമയവുമല്ല. പിന്നെ ഖാദിമ് അതൊരു സ്ഥലമല്ല സമയവുമല്ല. പിന്നെ മിസ്ബാഹ് അത് പറഞ്ഞാൽ വിളക്കാണ് കേട്ടോ. അപ്പോ അത് എന്താ? സമയമല്ല സ്ഥലമല്ല. അപ്പൊ പിന്നെന്താണ്? മഫഊലുൻ ബിഹി ആണ്. വാക്ക് മിസ്ബാഹ് ആണ്. പിന്നെയോ റഅയ്തു നജ്മ ഫിസ് സമാഇ ശർഖൻ. ഞാൻ
കിഴക്ക് ഭാഗത്ത് ഒരു നജ്മ് സ്റ്റാർ നക്ഷത്രം കണ്ടു. അപ്പൊ എന്താണ് ഷർഖൻ അല്ലെ, അത് കിഴക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു സ്ഥലമാണ്. അപ്പൊ അതൊരു മഫ്ഊലും ഫീഹി ആണോ ബിഹി ആണോ? അത് മഫ്ഊലും ഫീഹി ആണ്, വാക്ക് ഷർഖൻ ആണ്. പിന്നെയോ നുഅരിബു അറബിയാക്കാം. ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു. ഉത്തരം സാഫർതു ഫിൽ ഖിതാരി യൗമൻ. ഓക്കെ, അപ്പൊ യൗമാണ് എന്ത് അവിടെ ഒരു എന്താ പറയാ ദിവസം, ഒരു സമയമായിട്ട് പറയുന്നത്. അപ്പോ എന്ത് വേണം? ഫത്ഹ് വേണം. അപ്പൊ എന്താണ് സാഫർതു ഫിൽ ഖിതാരി യൗമൻ. പിന്നെയോ മുസ്ലിംകൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചു. അപ്പൊ എന്താണ് അതിനെന്താ അറബിയിൽ പറയാം? യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ. അപ്പൊ എന്താണ് അർത്ഥം? മുസ്ലിംകൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചു. അതില് ഏതാണ് മഫ്ഊലുൻ ഫീഹി ആയിട്ട് വരുന്ന വാക്ക്? ഷഹ്റൻ അല്ലെ, കാരണം അതൊരു സമയമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം, നമ്മൾ ഫത്ഹയിട്ട് അവസാനിപ്പിക്കണം. പിന്നെയോ വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ നെല്ല് കൃഷി ചെയ്തു. അപ്പോ അതിനെന്താ അറബിയിൽ പറയാ? സറഅ ത്വാലിബൂനൽ അർസു അമാമൽ മദ്റസ. അതില് ഏതാണ് മഫ്ഊൽ ഫീഹി ആയിട്ട് വരുന്ന വാക്ക്? അമാമ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കേണ്ടത് ഫതഹാണ്. നമ്മളത് നെസ്ബാക്കൽ നിർബന്ധാണ്, അല്ലെങ്കിൽ എന്താവും? മാർക്ക് പോകും. അത് മഫ്ഊൽ ഫീഹി ആവില്ല, അത് ശരിയാവില്ല, അത് തെറ്റാകും. ഓക്കെ, പിന്നെയോ ഈ പാഠത്തിൽ പഠിക്കുന്നത് എന്താണെന്നാണ് ചോദ്യ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് അൽ മഫ്ഊൽ ഫീഹി? ഈ പാഠത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അൽ മഫ്ഊൽ ഫീഹി. പിന്നെ രണ്ട് വാക്കിന്റെ അർത്ഥം അവസാനം കൊടുത്തിട്ടുണ്ട്. എന്താണ്? തഗദ്ദ പ്രാതൽ കഴിച്ചു. പിന്നെ ലഖ്ലഖ് കൊക്ക് കൊറ്റി. അപ്പൊ ചിലവർ എന്താ പറയും? കൊറ്റി എന്ന് പറയും, ചിലവര് കൊക്ക് എന്ന് പറയും. അപ്പോ എന്തായി? നമ്മൾ ഇന്ന് ഒരു പാഠം പഠിച്ചു അല്ലെ, പാഠവും തദ്രീബാത്തും പഠിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? നോട്ട് പുസ്തകത്തിൽ എഴുതാ, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരിക്കലും മറക്കരുത് എന്ത്? മഫ്ഊലും ഫീഹി പറയുന്നത് ഒരു സമയത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ചാണ്. പിന്നെ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. നസ്ബ് ചെയ്യൽ കൊണ്ട് പറയുന്നത് എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് അവസാനം ഫത്ഹ് കൊണ്ട് അവസാനിപ്പിക്കലാണ്. അത് മറക്കരുത്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ നസ്ബാക്കില്ലെങ്കിൽ അത് മഫ്ഊൽ ഫീഹി ആവില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. എന്തായാലും നമുക്ക് ഇനി ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് ഇനി സ്വലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم.